നമ്മുടെ അമ്മ ഭാരവാഹികളുടെ പത്രസമ്മേളനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. പത്രസമ്മേളനം നമ്മൾ ഇടയ്ക്ക് വെച്ച് മ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ വർത്തമാനം പറയാം. കാരണം ഏത് റൂട്ടിലാണ് പോകുന്നതെന്നും നമുക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടം വന്നു രാമേന്ദ്ര സാറേ. ആ സിദ്ദിഖൊക്കെ പറയുന്ന കേട്ടപ്പോൾ എത്ര നിഷ്കളങ്കരായ എത്ര നല്ല മനുഷ്യരാണ് ഈ നടീനടന്മാർ. അവരെക്കുറിച്ച് ഇങ്ങനെ അപഖ്യാതി പറയുക, അത് എത്ര നിഷ്കളങ്കമായിട്ടാണ് സിദ്ദിഖ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഈ സിനിമാ മേഖലയിലുള്ള ആളുകൾക്ക് നേരെ ഇങ്ങനെ വിരൽ ചൂണ്ടാൻ പോലും ആക്ഷേപം ഉന്നയിക്കാൻ പോലും ഈ മാധ്യമങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ എന്നാണ് എനിക്ക് തോന്നിയത്. സങ്കടം വന്നു എനിക്ക്. അതെ, മാത്രമല്ല അദ്ദേഹത്തിനെ പറ്റി തന്നെ ആരോപണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നും തോന്നുന്നുണ്ട്. അങ്ങനെ വല്ലതുമൊക്കെ ഉണ്ടോ എന്ന് പഴയ മാധ്യമങ്ങളൊക്കെ എടുത്ത് നോക്കേണ്ടതാണ്. അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ, അദ്ദേഹത്തിന് എന്തെങ്കിലും മറുപടി പറഞ്ഞിട്ടുണ്ടോ? അതുപോലെ അല്ല, സിദ്ദിഖ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു, സാർ ശ്രദ്ധിച്ചോ? ഇത് ഞങ്ങളുടെ സംഘടനയിലെ അംഗങ്ങളുടെ ക്ഷേമത്തിനുള്ള ശുപാർശകളാണ് ഈ റിപ്പോർട്ടിലുള്ളത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു വൈരുദ്ധ്യം എനിക്ക് തോന്നിയത്, ഞങ്ങളുടെ സംഘടനയിലെ അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി എന്ന് പറയുന്നത് സ്ത്രീകളെയും പുരുഷന്മാരെയും ഉദ്ദേശിച്ചായിരിക്കുമല്ലോ. സ്ത്രീകളെ മാത്രമല്ല, എല്ലാവരെയും ചേർത്തിട്ടാണ്. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ മുഴുവൻ പേരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പക്ഷേ അതിനകത്ത് ഈ സംഘടനയിലുള്ള ആളുകളെ കുറിച്ചാണ് പരാതി. അതെ, അതിനെക്കുറിച്ചൊരു ചോദ്യവും വന്നില്ല. അല്ല, ഈ നിങ്ങളുടെ അമ്മയിലെ മെമ്പർമാർ ആയ വനിതകൾ പരാതി പറയുന്ന അമ്മയിലെ മെമ്പർമാരായ പുരുഷന്മാരെ കുറിച്ചല്ലേ എന്നൊരു ചോദ്യവും വന്നില്ല. അത്തരത്തിലൊരു പരാമർശവും ഇല്ല. ഇപ്പം ഞാനിത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയതറിയോ, അമ്മയിലെ അംഗങ്ങളായ പുരുഷന്മാരെയും സ്ത്രീകളെയും ഈ സിനിമയ്ക്ക് പുറത്തുള്ള ആരൊക്കെയോ ഉപദ്രവിക്കുന്നു, അവരിൽ നിന്ന് മോചനം വേണം, അതുകൊണ്ട് അന്വേഷണം പറഞ്ഞുണ്ടാക്കിയത് മാധ്യമങ്ങളാണ്, പ്രേക്ഷകരെ എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് തോന്നിയത്. അദ്ദേഹം പക്ഷേ തന്നെത്താനെ ആദ്യം കുറേ നേരം പറയുമ്പോൾ 15 അംഗ ഒരു പവർ ഗ്രൂപ്പ് വിവിധ സിനിമാ സംഘടനകളെ, അത് മുമ്പുണ്ടായിരുന്ന ഏതൊരു കമ്മിറ്റിയെ പറ്റി കമ്മിറ്റി എന്ന് പറയുന്നത് വിവിധ ഒരുപാട് സിനിമാ സംഘടനകളുണ്ടല്ലോ, അവരുടെ നല്ല ഒരു ഡെലിഗേഷനെ കൊണ്ടുവന്ന് റെപ്രസെൻറ്റേഷൻ വെച്ച് ഹൈപ്പവർ കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു. പക്ഷെ അത് വർക്ക് ചെയ്തില്ല, ഇപ്പോൾ ഇല്ല. എന്തായാലും അതിനെപ്പറ്റി അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. അങ്ങനൊരു, അതായത് മലയാള സിനിമയുടെ അകത്ത് ഈ ഊരുവിലക്ക് മുതൽ ബാക്കിയുള്ള ഈ വക പീഡനം ഇതിനെല്ലാം ചരട് വലിക്കുകയും അത്തരം ആളുകളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കമ്മിറ്റിയെ പറ്റിയാണ് ഈ ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത്, ഈ 15 അംഗ കമ്മിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഈ ഇപ്പോൾ നിലനിർത്തിയതും വെട്ടിക്കളയണം എന്ന് പറഞ്ഞിരുന്നതുമായ ഒരു പാരഗ്രാഫ് ഉണ്ടല്ലോ, 96 എന്ന് പറയുന്നത്. ആ പാരഗ്രാഫിൽ പറയുന്നത് വളരെ അറിയപ്പെടുന്ന സിനിമയിലെ ആളുകൾ ഇതിന് ഉത്തരവാദികളാണ് എന്ന് പറഞ്ഞിട്ടാണ് കുറേ കാര്യങ്ങൾ പറയുന്നതും ഒരു 11 പേജോളം വെട്ടിപ്പോയിരിക്കുന്നതും. ഒരു പാരഗ്രാഫ് മുകളിൽ എന്തു കുറ്റം ചെയ്താലും ഈ കുറ്റവാളി തെളിവ് അവശേഷിപ്പിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞ പോലെയാണ് ആ പാരഗ്രാഫ് വെട്ടിയില്ല, അത് വെട്ടി, അതിന്റെ ഡീറ്റെയിൽസ് വെട്ടിപ്പോയി. അതെ, അതിൻ്റെ ഡീറ്റെയിൽസ് വെട്ടിപ്പോയി. പക്ഷേ 96 പറയുന്നത് വെരി വെൽ നോൺ പീപ്പിൾ എന്നാണ് പറയുന്നത് സിനിമയിൽ. എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ആളുകളെ, അവരെയൊക്കെയാണ് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നെ ഇത് ഇവിടം കൊണ്ട് തീരാൻ പോകുന്നില്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ വെട്ടിപ്പോയ ഭാഗങ്ങളൊക്കെ അടങ്ങുന്ന റിപ്പോർട്ടാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ റിപ്പോർട്ട് വേണം. അതിൽ ഈ കണ്ടിച്ചിട്ടുള്ള ഭാഗമൊന്നും പറ്റില്ല. പക്ഷേ ആ കണ്ടിച്ചതിനൊരു ന്യായം പറയുന്നത്, ഈ വിവരാവകാശ കമ്മീഷൻ ഈ ഉത്തരവിടുമ്പോൾ ഇതിലേതെങ്കിലും ഭാഗം വേണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് സാംസ്കാരിക വകുപ്പിന് കൈകാര്യം ചെയ്യാമെന്നും കൂടി അവരുടെ ഉത്തരവിലുണ്ട്. അപ്പോൾ സാംസ്കാരിക വകുപ്പിലെ ഏതോ ഒരാളിരുന്നിട്ട് കുറേ ഭാഗങ്ങളും കൂടി കണ്ടിച്ചതാണത്. അതാണ് അങ്ങനെ വന്നു പോയി. എഡിറ്റഡ് ബൈ സാംസ്കാരിക വകുപ്പ്, സർക്കാർ എഡിറ്റ് ചെയ്ത. എക്സാക്ട്ലി, അതാണ് സംഭവം. സർക്കാർ എഡിറ്റ് ചെയ്തു, കേസെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തു. ഇപ്പോൾ ആ സിദ്ദിഖ് പറയുന്നു സർക്കാർ കേസെടുക്കണം. കാരണം സർക്കാർ തന്നെ അത് മുക്കി, തെളിവ് സർക്കാർ മുക്കിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനായിട്ട് സിദ്ദിഖ് പറയുന്നു. പക്ഷേ എൻ്റെ ഒരു സംശയം, ഈ അമ്മ എന്ന് പറയുന്ന സംഘടന എല്ലാവരെയും ചേർത്ത് നിന്ന് എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. സ്ത്രീയെന്നോ പുരുഷനെന്നോ അല്ലാത്തവരെന്നോ ഒന്നും ഒരു വ്യത്യാസമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് WCC എന്ന് പറഞ്ഞൊരു സംഘടന വേറെ ഉണ്ടായത്? കുറേ സ്ത്രീകൾക്ക് അമ്മയുടെ ഭാഗത്തുനിന്ന് നീതി കിട്ടുന്നില്ല എന്നൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയിട്ടല്ലേ അതുണ്ടായത്?
അതുണ്ടായത് തന്നെ ഈ വക പീഡനങ്ങൾ ആ സിനിമയിൽ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ആ സംഘടന ഉണ്ടായത്. ആ കാലത്ത് അതിൻ്റെ സ്ഥാപനത്തിൻ്റെ സമയത്ത് പത്മപ്രിയ പ്രത്യേകിച്ച് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ സുനിൽ ഓർക്കുന്നില്ല. അല്ല ഇപ്പം പബ്ലിക് ഡൊമൈനിലുണ്ട് ഉണ്ടല്ലോ. പത്മപ്രിയ, രേവതി, ഇങ്ങനത്തെ ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ നമ്മൾ ഈ സാധാരണ പറയുമല്ലോ ജോലി സ്ഥലത്തെ ഹറാസ്മെൻ്റ് എന്ന് പറയുന്നത്, അതിനെപ്പറ്റിയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ തുല്യവേതനമൊക്കെ നടക്കില്ല എന്നൊക്കെ ഇരുന്നോട്ടെ, അത് നടക്കാത്ത കാര്യമാണ്. പക്ഷേ ഒരു സ്ഥലത്ത് ജോലി ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക, ശല്യപ്പെടുത്താതിരിക്കുക, മിനിമം ഉപദ്രവിക്കാതിരിക്കുക, ഇതൊക്കെയാണല്ലോ ഒരു ഓഫീസിൽ ചെയ്യേണ്ടത്. പക്ഷേ തൊഴിലിടത്ത് അതെ, ഒരു തൊഴിലിടത്ത് ചെയ്യേണ്ടത് അതാണ്. അതിന് ഇഷ്ടംപോലെ കേസുകളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ഈ അമ്മ ഇതിനെപ്പറ്റി ഒന്നും കൺസേൺഡേ ആയിരുന്നില്ല. ഇപ്പോൾ സിദ്ദിഖ് പറയുന്ന കേട്ടാൽ എന്തൊരു നിഷ്കളങ്കനാണെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം പറയുന്നത് മുഖ്യധാര സിനിമയിൽ മാത്രമേ അദ്ദേഹം അധികവും അഭിനയിച്ചിട്ടുള്ളൂ. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്? അങ്ങനെയാണെങ്കിൽ നഗരങ്ങളിൽ പഞ്ചനക്ഷത്ര ഹോട്ടലിലൊക്കെ താമസിക്കാവുന്ന വിധത്തിലുള്ള സിനിമകളിലേ അഭിനയിച്ചിട്ടുള്ളൂ എന്നാണല്ലോ. വിദൂര സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യുന്നിടത്താണ് ഈ മൂത്രമൊഴിക്കാനുള്ള സൗകര്യം മുഴുവൻ ഉണ്ടാകുന്നത്, മൂത്രമൊഴിക്കാനുള്ള സൗകര്യം ഇല്ലാതിരിക്കുന്നതെന്നൊക്കെയാണ് ഈ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയല്ലല്ലോ. മുഖ്യധാര സിനിമയുടെ ലൊക്കേഷനും വേറെ ഗ്രാമപ്രദേശങ്ങളിലും ഒക്കെ പോയിട്ട് തന്നെയാണ് അത് ഷൂട്ട് ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഈ വിദൂര പ്രദേശങ്ങളിൽ ഷൂട്ട് ചെയ്യുന്ന സിനിമകളെ പറ്റി മാത്രമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് സിദ്ദിഖിനോട് ആര് പറഞ്ഞു? അതൊന്നും ഇപ്പോൾ ഈ ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്ക്രോൾ ചെയ്യുന്നത് നടിമാരെ ആക്രമിച്ചവരുണ്ടെങ്കിൽ കണ്ടെത്തട്ടെ എന്ന് സിദ്ദിഖ് പറഞ്ഞതായിട്ട് സ്ക്രോൾ ചെയ്യുന്നുള്ളത്. നമ്മൾ ശബ്ദം മൂട്ടിയിരിക്കുകയാണ്. 24 ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു സംശയം, അമ്മ എന്ന് പറയുന്നത് എല്ലാവരുടെയും സംഘടനയല്ലേ, ക്ഷേമത്തിന് വേണ്ടിയുള്ള സംഘടനയല്ലേ? അപ്പോൾ ഒരു സർക്കാർ നിയമിച്ച കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നു നടിമാരെ ആക്രമിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അമ്മയ്ക്ക് വേണേൽ ഒരു ഇന്റേണൽ എൻക്വയറി നടത്തിക്കൂടെ? അമ്മയ്ക്ക് നടത്തണം എന്ന് മാത്രമല്ല, അമ്മ ചെയ്യേണ്ടിയിരുന്നത് ഇൻസിസ്റ്റ് ചെയ്യണമായിരുന്നു. ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തൊക്കെ ICC വേണമെന്ന്. അത് പക്ഷെ അമ്മ ഇൻസിസ്റ്റ് ചെയ്തിട്ടില്ല. വൈശാഖ കേസിൽ സുപ്രീം കോടതി വിധിയുണ്ട്, ഏത് തൊഴിലിടത്തും ഒരു ഇന്റേണൽ കമ്മിറ്റി ഉണ്ടാവണം എന്നുള്ളത്. അത് അവസാനം വലിയ പ്രശ്നമുണ്ടായി. ഈ കേസും പുക്കാറും ഒക്കെ വന്ന് ഒരു നടിയുടെ പേരിലുള്ള പീഡന കേസും ഒക്കെ വന്നതിന് ശേഷം വലിയ കോളിലൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ചില സിനിമകളിലും ഉണ്ടായത്. ചില സ്ഥലത്തേ ഉള്ളൂ സുനിലെ, അല്ലാതെ അതൊരു എല്ലാ സിനിമാ ലൊക്കേഷനിലും വേണം എന്ന് പറഞ്ഞിട്ട് ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് കഴിഞ്ഞ ദിവസം ഏതോ ഒരു നടനും നടിയൊക്കെ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, പരാതി കിട്ടുന്നില്ല, ഞങ്ങൾക്ക് പരാതിയില്ല. ICC ചിലയിടത്ത് വെച്ച് നോക്കി, ഒരു പരാതിയില്ല. പിന്നെ എന്തിന് ICC എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ആ ICC വേണമല്ലോ, എല്ലാ ഷൂട്ടിംഗ് ലൊക്കേഷനിലും വേണം. ആ കാര്യത്തിൽ അതില്ലാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് സത്യത്തിൽ ഈ അമ്മ ഭാരവാഹികളുടെ താല്പര്യം എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഏതായാലും സിനിമ ഒരു ജനപ്രിയ മാധ്യമമാണ്. അത് അവിടെ കുറച്ച് കാര്യങ്ങൾ ട്രാൻസ്പെറൻ്റായി നടക്കണം എന്നുള്ളത് എല്ലാവർക്കും താല്പര്യമുള്ളതാണ്. പിന്നെ എനിക്ക് പെട്ടെന്ന് തോന്നിയത് സിനിമയിൽ മാഫിയ ഇല്ല എന്നാണ് പുള്ളി പറയുന്നത്. മാഫിയ ശശി മാത്രമേ ഉള്ളൂ. സിനിമയിൽ മാഫിയ ഇല്ലേ? സിനിമയിൽ പലതരം മാഫിയകളുണ്ട്. ഈ സിനിമ പ്രൊഡക്ഷൻ എന്നൊക്കെ മാഫിയ എന്ന് പറയുന്നതിൻ്റെ വാക്കിൻ്റെ അർത്ഥം അറിയാത്തത് കൊണ്ടാണ് മാധ്യമങ്ങൾ ഇങ്ങനെ പറയുന്ന ഒരു ക്ലാസ്സും ട്യൂഷനും കൂടെ സിദ്ധിക്കെടുത്തായിരുന്നു. അതൊക്കെ ആളുകൾക്ക് അറിയാവുന്നല്ലേ. ഇറ്റലിയിൽ ഉണ്ടായതാണെന്നും പിന്നെ ഗോഡ് ഫാദർ സിനിമ മറ്റേ ഇംഗ്ലീഷിൽ മാത്രമല്ല അത് കോപ്പി അടിച്ച് മലയാളത്തിൽ അമൽ നീരദ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ ഇതൊക്കെ നമുക്കറിയാവുന്നതല്ലേ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പേരിടുമ്പോൾ ഈ അക്രമമൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ക്ലീനായി മട്ടാഞ്ചേരി മാഫിയ കൂടെ വെളുപ്പിച്ചെടുത്തു. മാഫിയയെ ഇല്ല സിനിമയിൽ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ക്ലീൻ ആണെന്നുള്ള മട്ടിലാണ്. സിദ്ദിഖിനോട് വേറൊരാളും ഇത്തരം കാര്യങ്ങൾ പങ്കിട്ടിട്ടില്ല. ഇത്തരം പ്രശ്നങ്ങൾ ന്യൂ ബോൺ ബേബി നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോലും സിദ്ദിഖ് അറിയില്ല. അദ്ദേഹം വളരെ നിഷ്കളങ്കം. പക്ഷേ ഒരു കാര്യം എന്തൊക്കെയാലും പറയണം, കാരണം ആളുകളുടെ മുഖത്ത് നോക്കി ഇത്രയും നിഷ്കളങ്ക ഭാവത്തിൽ, നിഷ്കളങ്കമായ സ്വരത്തിൽ, നിഷ്കളങ്കമായ ടോണിൽ സംസാരിക്കാൻ കഴിയുന്ന സിദ്ദിഖ് വെള്ളിത്തിരയിൽ മാത്രമല്ല പുറത്തും ഒന്നാന്തരം നടനാണ്. സിദ്ദിഖിന് വേറൊരു സ്ഥലത്ത് കണ്ടതായിട്ട് പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട്. അതായത് ആലുവയിൽ മറ്റേ പോലീസുകാരും മറ്റേ നടനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ അന്ന് രാത്രി
അറസ്റ്റ് നടക്കുമെന്നൊരു ഭയം വന്നു. പോലീസ് കൊണ്ടുപോയിട്ട് 5-6 മണിക്കൂറായി. അപ്പോൾ ഇരച്ചെത്തുകയാണ് അവിടെ സിദ്ദിഖ്. അല്ല, അതിൽ ഞാൻ തെറ്റൊന്നും പറയത്തില്ല. ഇപ്പോൾ എനിക്കൊരു ആപത്ത് വന്നാൽ സാറ് വരത്തില്ലേ? അതെന്താണ് ചെയ്തതെന്ന് അനുസരിച്ച് മാത്രമേ ഞാൻ വരുള്ളൂ. എന്ത് സംഭവിച്ചാലും ഞാൻ വരില്ല. ചില സൗഹൃദം അനുസരിച്ചിരിക്കും. സാറിനുള്ള ആത്മാർത്ഥ സ്നേഹമില്ലെന്ന് പണ്ടേ എനിക്കറിയാം. അതാണ് ഞാൻ അത് ഇയാൾ എന്തിലാണ് ഇൻവോൾവ് ആയിരിക്കുന്നതെന്നൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ന്യായാന്യായങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യുള്ളൂ. പക്ഷേ അങ്ങനെ വേണമെന്നല്ല. അതിപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒരുമിച്ച് ഒരുപാട് കാലമായി സഹവർത്തിക്കുന്നു, സഹകരിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ വളരെ ആത്മാർത്ഥമായ ബന്ധമുണ്ട്. കാരണം ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ സിദ്ദിഖാണേലും ഈ പറഞ്ഞ നടൻ്റെ പേരെന്തിനാണ് പറയുമായിരിക്കും, ദിലീപ് ഉൾപ്പെടെ അവരൊക്കെ മിമിക്രി മേഖല, പാരഡി, ഇതിൽ നിന്നൊക്കെ ഒരുമിച്ച് വരുന്നത്. ഇവർക്ക് സിനിമയ്ക്ക് മുമ്പേ ഉള്ളൊരു സൗഹൃദമുണ്ട്. ആ സൗഹൃദത്തിനിടയ്ക്ക് ഒരു സുഹൃത്തിന് ഒരു ആപത്ത് പറ്റുന്നു. അയാളെ സംബന്ധിച്ച് ഇത് കെട്ടിച്ചമച്ച കേസാണെന്ന് വളരെ കൃത്യമായി അയാൾ പറയുന്നു. അയാളെ വിശ്വസിക്കുന്ന 10, 30, 40 വർഷത്തെ വളരെ രൂഢമൂലമായ സൗഹൃദമുള്ളപ്പോൾ അത് ആ സുഹൃത്തിനെ വിശ്വസിക്കാൻ തയ്യാറാവുള്ളൂ. അതിന് ഞാൻ ഈ ദിലീപ് പ്രതിയാണെന്ന് പോലും ഞാൻ പറയുന്നില്ല. കാരണം ദിലീപ് പ്രതിയാണ്, പക്ഷെ ദിലീപ് കുറ്റക്കാരനാണെന്ന് ഞാൻ പറയുന്നില്ല. കുറ്റക്കാരനാണെന്ന് ആരും പറഞ്ഞിട്ടില്ല, കോടതി പറഞ്ഞിട്ടില്ല. അതെ, സംശയം മാത്രമേ ഉള്ളൂ. തെളിയിക്കപ്പെടാത്തോളം കാലം ദിലീപ് കുറ്റക്കാരനല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് പോവുകയും മറ്റേ സ്ഥലത്ത് പോകാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇരയുടെ കൂടെ കൂടി നിൽക്കണമല്ലോ. അതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. നിങ്ങൾ വേട്ടക്കാരൻ്റെ കൂടെയാണോ ഇരയുടെ കൂടെയാണോ? അല്ല, ഇപ്പം ഒരാൾ എ എന്ന് പറയുന്ന ഒരാൾ ബി അയാളുടെ സുഹൃത്താണ്. സി ബിക്കെതിരെ ഒരു കേസുണ്ടാക്കി വെച്ചാൽ കേസുണ്ടായി, അത് ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് സുഹൃത്തിനോട് പറഞ്ഞാൽ ആ സൗഹൃദത്തിന് തന്നെയാണ്, സൗഹൃദത്തിൽ വിശ്വസിക്കണ്ടേ? വിശ്വാസം അതല്ലേ എല്ലാം. അതല്ല, അത് ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടനയുടെ ഭാരവാഹി ആയതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നതെന്ന്. ഇപ്പോൾ അല്ല, ഭാരവാഹിയായിരിക്കുമ്പോൾ എല്ലാവരുടെയും കാര്യം നോക്കണമല്ലോ. അല്ല, ഇപ്പോൾ നോക്കുന്നുണ്ടല്ലോ. അന്നും എക്സിക്യൂട്ടീവിൽ അംഗമൊക്കെയാണ്. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അത് ഷാപ്പ് കമ്മിറ്റി പോലെയല്ലേ, ഒരുപാട് പേരുണ്ട്. ഭാരവാഹി എന്ന് പറയുമ്പോൾ കീ പോസ്റ്റുകളിൽ ഇരിക്കുന്ന അദ്ദേഹം സംസാരിക്കുമ്പോൾ തന്നെ 2018 മറ്റോ അദ്ദേഹം എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന കാലത്ത് ഏതോ പരാതി ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പൊതുവെ ടോൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല, കണ്ടിട്ടില്ല. അതാണ് അത് കറക്റ്റ് അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഒരു നിലപാട് 15 അംഗ കമ്മിറ്റി സെക്രട്ടറിക്ക്, സപ്പോസ് നമ്മുടെ പ്രസ് ക്ലബ്ബൊക്കെ നോക്കും, ഒരു സെക്രട്ടറിയുടെ പക്കൽ ഒരു കത്ത് കിട്ടുന്നു, ഒരു പരാതി കിട്ടുന്നു, സെക്രട്ടറിക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്, സെക്രട്ടറി അത് പൂഴ്ത്തി വെച്ചാൽ അതിനകത്തുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഒരാളത് അറിയണമെന്നില്ല. സാധാരണഗതിയിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടികൾ ഇപ്പോൾ ഇരകളായവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉഷയും കഴിഞ്ഞ ദിവസം പറഞ്ഞത് നടപടിയൊന്നും ഇല്ലാതായി കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയുടെ പ്രസിഡന്റ് ഇന്നസെൻ്റ് ചേട്ടനോട്, അങ്ങനെ അവർ പല ആളുകളോടും വിളിച്ച് പറയാവുന്ന സൗകര്യങ്ങളുണ്ട്. അത് പറയും പൊതുവെ. കാരണം ഒരു കടലാസ് നമ്മളൊരു സ്ഥലത്ത് കൊടുത്തിട്ട് സുനിലായാലും ഞാനായാലും എന്തെങ്കിലും ഒരു കാര്യത്തിൽ പരാതി ഒരു സ്ഥലത്ത് കൊടുത്തിട്ട് നമ്മൾ മിണ്ടാതിരിക്കുകയാണോ ചെയ്യുക? പരിഹാരത്തിന് പരാതി ഞാനൊരു കാര്യം, അവിടെ എനിക്കൊരു വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ഒരാൾക്ക് പരാതിയുണ്ട്, മോശമായി പെരുമാറി. ആ പരാതി എന്തിനാണ് അമ്മയുടെ കമ്മിറ്റി കൊടുക്കുന്നത്? നടപടി എടുക്കാനാണ്. നടപടി എടുക്കുമ്പോഴത്തേക്ക് ഈ നടപടിക്ക് വിധേയനാവുന്ന ആൾ പരസ്യപ്പെടുമല്ലോ. പരസ്യപ്പെടും, എക്സ്പോസ്ഡ് ആവും, അയാൾക്കെതിരെ നടപടി എടുക്കും. അല്ലാതെ രഹസ്യമായി വിളിച്ച് CPM ചെയ്യുന്ന പോലെ ശാസിക്കാനൊന്നുമില്ലല്ലോ. നടപടി ആവശ്യപ്പെട്ടാണ് അമ്മ എന്ന ബോഡിയിൽ കൊടുക്കുന്നത്. അവിടെ നീതി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് പോലീസിൽ പോകുന്നില്ല? അതെ, അവിടെ പോയാലും എക്സ്പോസ്ഡ് ആവും. അതെ, അവിടെ പോയാലും എക്സ്പോസ്ഡ് ആവും. പിന്നെ ഇവിടെ നടപടി എടുത്താലും എക്സ്പോസ്ഡ് ആവും. അതെ, ഇപ്പം വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സുനിൽ ആദ്യത്തെ ചർച്ചയിൽ ചോദിച്ച പോലെ കോഗ്നൈസബിൾ ഒഫൻസ് കയ്യിൽ കിട്ടിയിട്ട് ഹേമ എന്തുകൊണ്ട് മിണ്ടാതിരുന്നു എന്ന് ചോദിച്ചില്ലേ? ന്യായമായ കാര്യമാണ്. അതെ, കാരണം ഹേമ ഒരു കമ്മീഷൻ പോലും അല്ല. ജുഡീഷ്യൽ കമ്മീഷൻ ആണെങ്കിൽ അവർക്ക് ഒരു ശുപാർശ കൊടുക്കാനുള്ള ഇതേ ഉള്ളൂ. ഇതൊരു കമ്മിറ്റിയാണ്. കമ്മിറ്റിയുടെ മുന്നിൽ ഒരു ഒരാളുടെ മുന്നിൽ ഒരു അതോറിറ്റി ഇല്ല. അപ്പോൾ അവർക്ക് ഒരു പൗര എന്ന നിലയിൽ, എസ്പെഷ്യലി ഒരു ജുഡീഷ്യൽ ഓഫീസർ ആയിരുന്ന ഒരാളെന്ന നിലയിൽ, ഭരണഘടനാ പദവിയിലുള്ള ആളെന്ന നിലയിൽ ഒരു കോൺഷ്യസ്നെസ്സിൻ്റെ പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു പൊതുബോധം അല്ലെങ്കിൽ റൂൾ ഓഫ് ലോയിലുള്ള വിശ്വാസമുണ്ടെങ്കിൽ അത് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ട് DGPക്ക് ഒരു കോപ്പി എടുക്കണം, ഇതിനകത്ത് പേര് പറയുന്നുണ്ട്, നടപടി എടുക്കണമെന്ന്. അതല്ല ചെയ്യേണ്ടത്. ഒരു ക്രൈം നടന്നു എന്ന വിവരം ലഭിച്ചിട്ട് അത് ഹൈഡ് ചെയ്യുന്നത് കുറ്റമാണ്. കാരണം ജുഡീഷ്യൽ കമ്മീഷനാവാം. പൗരന് സത്യത്തിൽ അറസ്റ്റ് ചെയ്യാൻ പോലും അവകാശമുണ്ട് ഒരു കുറ്റവാളി. അതെ, കുറ്റവാളിയാണ്. കുറ്റകൃത്യം നമ്മുടെ മുന്നിൽ നടന്നാൽ
ഒരു പബ്ലിക് പ്രൈവറ്റ് പേഴ്സണും അറസ്റ്റ് ചെയ്യാം. നമ്മുടെ മുന്നിൽ കുറ്റകൃത്യം നടന്നു, കുറ്റകൃത്യം നടത്താൻ ഒരാൾ പോകുന്നു, ഒരു കുറ്റവാളി രക്ഷപ്പെടുന്നു, ആ സമയത്ത് പ്രൈവറ്റ് പേഴ്സണും അറസ്റ്റ് ചെയ്യാം. അങ്ങനെ പോലും നിയമം ഉള്ളതാണ്. പക്ഷേ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ റാണി ജോർജ് എന്ന് പറഞ്ഞ IAS കൊണ്ടുപോയി കത്ത് കൊടുക്കുക ചെയ്തതെന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കേസൊന്നും എടുക്കണ്ട, മൊഴി കൊടുത്തവർ മുഴുവൻ രഹസ്യമായിട്ട്. അതെ, ഹേമ നടത്തിയത് ഒരു കുമ്പസാരക്കൂടായിരുന്നു. കുമ്പസാര രഹസ്യം പുറത്തു പറയാൻ പാടില്ല. അത് തന്നെ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, അതിനകത്തെ രഹസ്യഭാഗങ്ങൾ മുഴുവൻ ഒളിച്ചു വെക്കുന്നു. ശരിക്കും ഹേമയുടെ കുമ്പസാരക്കൂട്ടിലെ രഹസ്യങ്ങളായി തുടരുകയാണ്. അത് പുറത്തു വരില്ല, സർക്കാർ പുറത്തു വിടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് സിദ്ദിഖിന് ധൈര്യമായിട്ട് പറയാം, അന്വേഷിക്കുക, കുറ്റവാളികളെ ശിക്ഷിക്കുന്നത്. കാരണം ആ പേരുകൾ മുഴുവൻ അതിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ ശേഷിക്കുന്ന എവിടെയെങ്കിലും എന്തെങ്കിലും പേരുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ഈ ഹൈ പവർ കമ്മിറ്റി എന്ന് പറയുന്നില്ലേ, പവർ ഗ്രൂപ്പ്, ആ പവർ ഗ്രൂപ്പ് ഇടപെട്ട് ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞു. അതിൻ്റെ ഏതായാലും എനിക്ക് കുറേ വിവരങ്ങളുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ കടലാസില്ല. എന്നാൽ പോലും ആ റിപ്പോർട്ട് പൂർണ്ണമായും വായിച്ച ഒരാളെ എനിക്കറിയാം. പക്ഷേ അതിലൂടെ എനിക്ക് അതിൻ്റെ വെളിച്ചത്തിൽ ആളെ ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം ഒരു ഒഫീഷ്യൽ പദവിയിൽ അല്ലെങ്കിൽ ഞാൻ അവിടെ ഒരു ചോദ്യം, പേരുകളുണ്ട്, പദവിയിൽ ഉണ്ടായിരുന്ന ആളാണ്. നമ്മളിപ്പോൾ ചില ആളുകൾ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്ന പേരുകളല്ല അതിനകത്തുള്ളത്. നമ്മൾ വിശുദ്ധരെന്ന് കരുതുന്ന ചില ആളുകളെക്കുറിച്ചൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അതാണ് അതിൻ്റെ സത്യം. ആ പേരുകൾ റിപ്പോർട്ടിൻ്റെ മെയിൻ ഭാഗത്തുണ്ടോ അതോ ആ അനുബന്ധ ഭാഗത്താണ്? അനുബന്ധ ഭാഗത്തും പറയുന്നുണ്ട്. മൊഴികളുടെ അനുബന്ധ ഭാഗത്ത് മൊഴിയുടെ ഭാഗത്ത് ഉണ്ടെന്നാണ് എൻ്റെ ധാരണ. ഉണ്ട്. കാരണം ആ 400 പേജോളം, അതായത് ഈ മാറ്റിയിട്ട ഭാഗത്തിൽ ഇന്നൊരു പരാതി, അത് എക്സിബിറ്റ് നമ്പർ ഇതിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മാർക്ക് ചെയ്തിട്ടുണ്ട് അവർ എക്സിബിറ്റ്സ്. കാരണം അതിൽ ചില വീഡിയോ ദൃശ്യങ്ങളൊക്കെ അതാണ് എക്സിബിറ്റ്സിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതെ. അവിടെയാണ് പേരുകളുള്ളത്. കാരണം അവർ പറഞ്ഞു പോകുമ്പോൾ ഓരോ കാര്യവും പറഞ്ഞിട്ട് ആണ് അതിൻ്റെ ശുപാർശ. അത് ശരിക്കും ഒരു ഹൈക്കോടതി ജഡ്ജി എഴുതുന്ന വിധിയിൽ എക്സിബിറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സഹായമില്ലാതെ അത് സ്വാഭാവികമായും ഹേമ ജുഡീഷ്യൽ കമ്മിറ്റി പോലും അല്ലെങ്കിലും ഒരു കമ്മിറ്റി ആണെങ്കിൽ പോലും ഒരു ഹൈക്കോടതി വിധി എഴുതുന്ന ഫോർമാറ്റിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സാധനം പറഞ്ഞിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസ് എക്സിബിറ്റ്സ് നമ്പർ 1, 2 ഉണ്ട് എന്ന് പറയുക. 96 എന്ന് പറഞ്ഞ ആ ഖണ്ഡിക കഴിഞ്ഞിട്ടുള്ള ഭാഗത്തും ചില പേരുകളുണ്ട്. ഉണ്ട്. ഈ പറയുന്ന ആളുകൾ ഈ പ്രമുഖർ എന്ന് പറയുന്ന ആളുകളെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുന്ന ലീഡ്സ് ഉണ്ട്. അപ്പോൾ അത് ഈ റിപ്പോർട്ടിൽ ഉണ്ടാവുന്ന ആദ്യം ഞാൻ വിചാരിച്ചിരുന്നില്ല. കാരണം ഇതിപ്പോൾ കംപ്ലീറ്റ് വെറ്റഡ് റിപ്പോർട്ടർ ആണല്ലോ കാണുന്നത്. പക്ഷെ ആ പേരുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ആളുകളെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന എല്ലാ ഡീറ്റെയിൽസും അതിനകത്തുണ്ട്. അതുകൊണ്ട് ഈ കേസ് എന്ന് പറഞ്ഞത് ഒഴിവാക്കാൻ കഴിയില്ല. കാരണം സരിത കേസ് പോലെ ആയിക്കോട്ടെ, ഇപ്പോൾ പന്തീരാങ്കാവ് കേസിലൊക്കെ നിങ്ങളൊത്തെങ്കിലും ഞങ്ങൾ കേസ് വേണ്ടാന്ന് വെക്കാന്നൊന്നും പറയുന്നില്ല. കാരണം നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ കുറേ കാലമായി പ്രചരിക്കുന്ന ചില അപവാദ കഥകളുണ്ട്. ചില ആളുകൾ പുള്ളി പണ്ടേ അങ്ങനെയാണ്, ഈർക്കിലിൽ ഒരു സാരി ചുറ്റിയാലും അങ്ങോട്ട് പോകും എന്ന് പറഞ്ഞ് നിരന്തരം കുറേ ആളുകളുടെ ഇമേജ് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ചിത്രീകരിക്കപ്പെട്ട ആളുകളുടെ പേര് ഉയർത്തിവിട്ട് യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടാൻ നോക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പലരും വിശ്വസിക്കുന്ന ഇന്ന ആളുടെ പേരുണ്ടാവും എന്ന് കരുതുന്ന പേരൊന്നും അതിനകത്തില്ല. അല്ല, അതാണ്. പക്ഷേ നമുക്കറിയാവുന്ന ചില പേരുകളുണ്ട്, ഞെട്ടിപ്പോകുന്ന ചില പേരുകളുണ്ട്. ഏറ്റവും വലിയ വളരെ മാതൃകാ പുരുഷനായി ഇപ്പോഴത്തെ തലമുറ കാണുന്ന ചില ആളുകളുടെ പേരുകളുണ്ട്. നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ അത് വായിച്ച ഇത് കൈകാര്യം ചെയ്ത ഒരാളിൽ നിന്ന് ടെലിഫോണിൽ പറഞ്ഞതാണ്. പക്ഷെ നമുക്കിത് പറയാൻ പറ്റില്ല, നമ്മുടെ കടലാസില്ല. അതല്ല, ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ പൂർണ്ണ റിപ്പോർട്ട് വരുമല്ലോ. സീൽഡ് കവറൊക്കെയാണ് ആദ്യം, പക്ഷെ അത് പിന്നീട് പബ്ലിക് ഡൊമൈനിൽ വരുമോ ആ പൂർണ്ണ റിപ്പോർട്ട്? അല്ല, ഈ സീൽഡ് കവർ എന്ന് പറയുന്ന പരിപാടി ഇനി പാടില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുള്ളതാണ്. അല്ല, എന്നാലും അത് പബ്ലിക് ഡൊമൈനിൻ്റെ ഭാഗമാവുമല്ലോ. ഈ വിവരാവകാശത്തിലാണല്ലോ ഇപ്പോൾ വെറ്റഡ് റിപ്പോർട്ട് കിട്ടുന്നത്. ഹൈക്കോടതിയിൽ വന്നു കഴിയുമ്പോൾ അതൊരു പൊതു ഡൊമൈനിൽ കേസിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. അപ്പോൾ പിന്നെ പേരുകൾ പിന്നെ മറച്ചു വെക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്കല്ലേ വരുന്നത്. ഇൻ ഫ്യൂച്ചർ എന്തെങ്കിലും ഇത് പുറത്തു വരും. അപ്പോൾ നടപടി എടുക്കേണ്ടിയൊക്കെ വരും. ജസ്റ്റിസ് ശങ്കരസുബ്ബൻ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുമ്പോഴാണ് അരവണയിൽ എലിവാല് കണ്ടെത്തിയ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. പഞ്ചമി പാക്കേഴ്സിൻ്റെ അരവണ കരാർ
ടിൻറ്റുകൾ അവരാണ് പാക്ക് ചെയ്തത്. അവരുടെ അരവണ പയസത്തിലാണ് അവർ പാക്ക് ചെയ്തിരുന്ന അരവണ പയസത്തിലാണ് എലിവാല് കണ്ടെത്തിയത്. അത് സംബന്ധിച്ച് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് സീൽഡ് കവറിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ട അന്ന് തന്നെ അത് കൈ കെട്ടി പിറ്റേ ദിവസം കേരളമൊന്നിൽ പ്രസിദ്ധീകരിക്കാനുള്ള ഭാഗ്യമുണ്ടായ ആളാണ് ഞാൻ. അത് കിട്ടിയത് എങ്ങനെയാണെന്ന് ഞാൻ ഈ ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ സാറിനോട് പറയാം. അപ്പോൾ ഇത് പബ്ലിക് ഡൊമൈൻ്റെ ഭാഗം ആവുകയാണ്. അതാണ് ഈ കേസ് കൊണ്ട് സംഭവിച്ചിരിക്കുന്നത്. ഒളിച്ചു വെച്ചത് മുഴുവൻ പുറത്തേക്ക് ചാടുകയാണ്. അപ്പോൾ കേസിൽ നിന്ന് ഈ പ്രതികൾക്ക് ഒഴിവാകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അവസ്ഥയാണ്. അതുകൊണ്ട് എത്ര നിഷ്കളങ്കത. ചില ആളുകളുടെ തലയ്ക്കും ഇതൊരു ഡെമോക്രസിൻ്റെ വാൾ പോലെ ഇത് തൂക്കിക്കിടക്കും. അതുകൊണ്ടാണ് ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞ് പിടിച്ചുകൊണ്ട് നിന്നതൊക്കെ. പക്ഷേ സർക്കാർ ഇത് പുറത്തു വിടുമെന്ന് ഞാൻ കരുതുന്നില്ല. ഹൈക്കോടതി കേസെടുക്കാൻ നിർദ്ദേശിച്ചാൽ മാത്രമേ അതങ്ങനെ വരുള്ളൂ. അങ്ങനെ വരും. സർക്കാരിനെ സംബന്ധിച്ച് ഇതൊരു കടിഞ്ഞാണാണ്. ചില ആളുകളെ, പ്രത്യേകിച്ച് നമ്മുടെ സാംസ്കാരിക രംഗത്തൊക്കെ കുറേയേറെ ആളുകൾ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ഒരു ടെൻഡൻസി ഉണ്ടായി വരുന്നുണ്ട്. അത്തരം ആളുകളെയൊക്കെ ഒന്ന് പിടിക്കാനും പല കാര്യങ്ങളിൽ ഇവരെ നിലയ്ക്ക് നിർത്താനും വരുതിക്ക് നിർത്താനും ഒക്കെ റിപ്പോർട്ട് ഉപയോഗിക്കപ്പെടും. ഹൈക്കോടതി പൂർണ്ണമായ റിപ്പോർട്ട് ചോദിച്ച സ്ഥിതിക്ക് ഹൈക്കോടതി അത് രഹസ്യമായിട്ട് വെക്കാൻ വേണ്ടിയിട്ടല്ല ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ പറയാൻ കഴിയില്ല സാർ. നമ്മുടെ ഈ സാർ ഓർക്കുന്നുണ്ടോ ഈ കല്ലുവാതുക്കൽ മദ്യദുരന്ത കേസ്? ഞാൻ ഈ ഒരു 12 വർഷക്കാലം ഹൈക്കോടതി ലേഖകനായിരുന്നു കേരളമതി ദിനപത്രത്തിൻ്റെ. ആ സമയത്ത് PUCL അതിന് പെറ്റീഷണറായിട്ട് വന്നത്. അന്ന് സിബി മാത്യൂസ് അന്വേഷണം നടത്തി. ഈ അന്വേഷണ റിപ്പോർട്ടുകൾ ഇവിടെ ഹൈക്കോടതിയിൽ സീൽഡ് കവറിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ ആ റിപ്പോർട്ടിനെ കുറിച്ച് മനസ്സിലായത് ആ PUCL ഫയൽ ചെയ്ത റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഇല്ല എന്നാണ്. ഇല്ല എന്നുള്ളത്. അതിപ്പോൾ ഒരു കോടതിയിൽ അഭിമന്യുവിനെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് മുഴുവൻ കാണാതെ പോയില്ലേ? കാരണം കല്ലുവാതിൽക്കൽ മദ്യദുരന്തവുമായി ബന്ധപ്പെട്ട് മണിച്ചനെ പെടുത്തിയതാണ് എന്നൊരു വാദം പ്രബലമായിരുന്നു. കാരണം ഒരുപാട് കള്ള് ഷാപ്പുകളുള്ള ഒരാൾ സ്വന്തം കള്ള് ഷാപ്പിൽ വിതരണം ചെയ്യുന്ന മദ്യത്തിൽ അപകടകരമാവുന്ന വിധത്തിൽ വിഷം കലർത്തുമോ എന്നൊരു ചോദ്യം അന്ന് ഉയർന്നു വന്നു. അത് വൈപ്പിൻ മദ്യദുരന്തത്തിലും ഉണ്ടായിരുന്നു. വൈപ്പിൻ മദ്യദുരന്തത്തിൽ ഒരാളുണ്ടാക്കിയത് കൂട്ടുണ്ടാക്കുന്ന ഒരാൾക്ക് പറ്റിയ കൈപ്പിഴയായിരുന്നു. തൃപ്പൂണിത്തുറക്കാരൻ തിരുവൽപ്പാടിന് അറിയാമല്ലോ, പറ്റിയ കണക്കുകൂട്ടലിൽ പറ്റിപ്പോയത്. പക്ഷേ ഇതിനകത്ത് 2 റൈവൽ ഗ്രൂപ്പുകൾ അവിടെ തന്നെ പത്തനംതിട്ടയിലും ഒക്കെയുള്ള വേറൊരു ഗ്രൂപ്പുമായുള്ള മത്സരത്തിൻ്റെ ഭാഗമായി ഇതിനകത്ത് പൊളൂട്ട് ചെയ്തതാണ് എന്നൊരു വാദം ഉണ്ടായിരുന്നു. ആ സമയത്താണ് കേസ് ഹൈക്കോടതി വരുന്നത്. അതിൻ്റെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി പഠിച്ച പണി 18 നോക്കി, ഇന്ന് വരെ കിട്ടിയിട്ടില്ല. അത് മിസ്സായി എന്നാണ് മനസ്സിലാവുന്നത്. ഇത് പക്ഷെ അങ്ങനെ മിസ്സാവുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. അത് പുറത്തു വരാൻ സാധ്യതയുണ്ട്. ഇത്രയും താല്പര്യ ഗ്രൂപ്പുകളിലുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. വരട്ടെ, ഏതായാലും സംശയത്തിൻ്റെ മറ നീങ്ങട്ടെ. എനിക്ക് സിദ്ദീഖിനോട് പെരുത്തിഷ്ടമാണ്. അദ്ദേഹം മികച്ച നടനാണ്, നല്ല നടനാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.